ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ പുതിയ ഫ്ലാറ്റിലേക്ക് ഒരു കുഞ്ഞ് ഷോപ്പിങ്ങിന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഫ്ലാറ്റ് എടുക്കാന്നുള്ളത് നമ്മുടെ പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്റ്റോറിയൊക്കെ ഞാൻ പിന്നെ പറയാം. എല്ലാം ട്രിപ്പിന് പോയതിന് ശേഷമുള്ളൊരു തീരുമാനം ആയതുകൊണ്ട് നമ്മൾ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. അതുകൊണ്ട് ഓരോന്നായിട്ട് ഞങ്ങൾ ഇതേ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി എത്തി. വന്ന പാടെ നല്ലോണം വിശക്കുന്നുള്ളതുകൊണ്ട് കടയിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ചൂടും വെയിലൊക്കെ കാരണം ആകെ തളർന്നു. ഇപ്പോഴത്തെ വെയിലത്ത് പിന്നെ 5 മിനിറ്റ് നടന്നാൽ മതി, അപ്പം ടയേർഡാവും. പിന്നെ ഞങ്ങൾ ഇങ്ങനെ വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ കിട്ടുന്ന കടയിൽ പോയിട്ട് ഫസ്റ്റ് അതിന് ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫ്ലാറ്റിൽ വരും. അപ്പം നമുക്ക് വേണ്ട കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ മാത്രം വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചായിട്ട് വാങ്ങുകയാണെന്നെങ്കിൽ പിന്നെ പാടില്ലല്ലോ. ഒറ്റയടിക്ക് നമ്മളിതെല്ലാം കൂടി ഒരു ദിവസം വാങ്ങിച്ച് കൊണ്ടുപോകാൻ പാടാണ്. അപ്പോൾ അത്യാവശ്യം വേണ്ട വീട്ടു സാധനങ്ങൾ എടുക്കുന്നുണ്ട്. ഇടികല്ലെടുത്തപ്പോൾ തന്നെ കവറിന് നല്ല വെയിറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഗ്യാസിൻ്റെ ഫിൽറ്ററും കുറച്ച് സ്പൂണും പാത്രങ്ങളും ഒക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷോപ്പിങ്ങും കഴിഞ്ഞ് പോയിട്ട് റൂം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 മുറി ഹാളും ഉണ്ട് കേട്ടോ. അപ്പം ഓരോ റൂമായിട്ട് ഓരോ ദിവസം വൃത്തിയാക്കാമല്ലോ. എല്ലാം കൂടി ഒറ്റയടിക്ക് നടക്കത്തില്ല. ഞങ്ങൾ രാവിലെ ക്ലീനിങ്ങിന് വന്നു കഴിഞ്ഞാൽ പകുതി സമയം ക്ലീനിങ്ങും പകുതി സമയം റീലെടുപ്പുമാണ് പരിപാടി. അപ്പോൾ സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് കേട്ടോ ഞാൻ ഈ ഒരു കുഞ്ഞി പൗച്ച് കണ്ടത്. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കാണാൻ. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഇങ്ങനത്തെ സാധനമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും ഭയങ്കര ആക്രാന്തമാണ്. എന്താണെന്നറിയില്ല. പിന്നെ അങ്ങ് കൺട്രോൾ ചെയ്ത് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച് അതൊക്കെ എടുക്കാതെ ഇങ്ങ് പോകുന്നു. നേരത്തെ ആയിരുന്നെങ്കിൽ ഞാൻ അപ്പോൾ വാങ്ങിയേനെ. ഇപ്പോൾ 10-25 വയസ്സായില്ലേ. ഇനി ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞാൽ എന്നെ എല്ലാവരും കളിയാക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് വാങ്ങിയില്ല ഗൈസ്. പക്ഷെ എന്നാൽ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആക്രാന്തമാണ്. അങ്ങനെ വീട്ടിലേക്കുള്ള സാധനമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ പിന്നെ പോയത് കൃപയിലാണ് കേട്ടോ. അവിടെ നമ്മുടെ എംബ്രോയിഡറിയുടെയും ആരി വർക്കിൻ്റെയൊക്കെ ബീച്ചും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി കിട്ടും. ഇപ്പം നമുക്ക് ദൂരെ പോയിട്ട് സ്റ്റോക്ക് എടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഇവിടെ ഹോൾസെയിലായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് തൽക്കാലം വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളും ബാക്കി അപ്ഡേഷൻസും ഒക്കെ എന്നായാലും അടുത്തൊരു വ്ളോഗിൽ ഡീറ്റെയിൽ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ അതേ രോഹു ചേച്ചി നിന്ന് ബീച്ചും സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. ഞാൻ പിന്നെ നേരെ ക്രാഫ്റ്റ് സെക്ഷനിലേക്ക് പോയി. അവിടെ ആയിരുന്നു ഫുൾ തപ്പിക്കൊണ്ടിരുന്നത്. വീണ്ടും ക്രാഫ്റ്റ് കയറി പിടിച്ചാലോ എന്ന് മനസ്സ് പറഞ്ഞു കേട്ടോ. കുറേ നാളായില്ലേ ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ട്. ഇപ്പം നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ ഒരു ഡയറി മാത്രം വാങ്ങി. എനിക്കിങ്ങനത്തെ ഡയറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ജേണൽ എഴുതാനൊക്കെ മടിയാണെങ്കിലും ഇങ്ങനത്തത് വാങ്ങി വെച്ച് എന്തെങ്കിലുമൊക്കെ എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആ സാധനങ്ങളൊക്കെ വാങ്ങി കാശ് പൊട്ടിച്ച് അപ്പം ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല ഗൈസ്. വെറും കൈയോടെ വീട്ടിൽ പോവുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു ഓട്ടോയും പിടിച്ച് ഫ്ലാറ്റിലേക്ക് പോകുന്നുണ്ട്. ആ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കുറച്ച് ദൂരം ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് പിന്നെ ഓട്ടോ വിളിച്ച് കുറേ സാധനങ്ങളുണ്ടല്ലോ, ബസ്സിലൊക്കെ കയറി വരാൻ പാടാണ്. അങ്ങനെ നമ്മുടെ പുതിയ കത്രിക വെച്ച് മുറിച്ചത് ഞങ്ങൾ ഐശ്വര്യമായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അപ്പം നമ്മളിതാ വർക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾക്ക് വേണ്ടി തന്നെ വാങ്ങിയ മെറ്റീരിയലാണ്. അപ്പോൾ അതിലാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഐശ്വര്യമായിട്ട് നമ്മൾ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ഞങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് എഡിറ്റിംഗ് പരിപാടി എനിക്ക് ഉണ്ടായിരുന്നു. എനിക്ക് ആകെപ്പാടെ കിട്ടുന്ന സമയത്താണ് ഞാനിപ്പോൾ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കുറേ നേരം ഫോണിൽ നോക്കിയിരുന്ന് കണ്ണിന് വേദനയായിരുന്നു. പിന്നെ ചെറിയ തലവേദന ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഒന്ന് മസാജ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് അഗാരോടെ സുപ്രീം ഐ മസാജറാണ് കേട്ടോ. അപ്പോൾ എന്നെ പോലെ ഒരുപാട് സമയം ലാപ്ടോപ്പിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും ഫോണിൻ്റെയൊക്കെ മുന്നിൽ ഇരിക്കുന്നവർക്ക് നല്ല തലവേദനയും കണ്ണിന് വേദനയും ഉണ്ടാവും. ഒരുപാട് നേരം നമ്മൾ ഫോണിൽ നോക്കിയിരുന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണിനൊക്കെ ഭയങ്കര ഡ്രൈനെസ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു മസാജർ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് 15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഷട്ട് ഡൗൺ ആയി. അപ്പോൾ ഇത് ഇതുപോലെ 180 ഡിഗ്രി ഫോൾഡബിളും ഫ്ലെക്സിബിളും ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുകയും മറിക്കുകയും നമ്മുടെ ഹെഡിൻ്റെ സൈസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഇതിലെ ബാക്കിലെ സ്ട്രാപ്പ് നമുക്ക് ഇതുപോലെ ലൂസ് ചെയ്യാനും ടൈറ്റ് ചെയ്യാനും പറ്റും. അതുപോലെ നമ്മുടെ ഏത് ഹെഡ് സൈസ് ആണെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഹെഡ് സൈസിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള സോഫ്റ്റ് പാഡാണ്. നമ്മുടെ ഐസിലേക്കൊക്കെ വെക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പവർ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൺ ആകും കേട്ടോ. അപ്പം ഈ ഒരു പവർ ബട്ടണിൽ തന്നെയാണ് നമ്മൾ മോഡും മാറ്റുന്നത്. ഇതിൽ 5 മോഡുണ്ട് കേട്ടോ. അതിൽ ജസ്റ്റ് ഒന്ന് ഷോർട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മോഡും മാറും. അപ്പോൾ ഫസ്റ്റ് ഇതുപോലെ സോഫ്റ്റ് മോഡാണ് കേട്ടോ. അപ്പോൾ ലോ പ്രഷർ പ്ലസ് ഹീറ്റ് പ്ലസ് മ്യൂസിക് ആണുള്ളത്. പിന്നെ വരുന്നത് സ്ട്രോങ് മോഡാണ്. ഇതിൽ ഹൈ പ്രഷറും ഹീറ്റും വൈബ്രേഷനും മ്യൂസിക്കും വരുന്നുണ്ട്. പിന്നെ റിലാക്സ് മോഡാണ് കേട്ടോ. എയർ പ്രഷർ പ്ലസ് മ്യൂസിക് വരുന്നുണ്ട്. പിന്നെ സ്ലീപ്പ് മോഡ് ഉണ്ട്. അപ്പോൾ അതിൽ ചൂട് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ വരുന്നത് വേക്കപ്പ് മോഡാണ് കേട്ടോ. ഇതിൽ വൈബ്രേഷൻ പ്ലസ് മ്യൂസിക് ഉണ്ട്. ഇതിൽ ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മോഡും മാറി വരും. പിന്നെ ഇതിൽ 3 കംപ്രഷൻ മോഡ് ഉണ്ട്. നോ കംപ്രഷൻ, ലോ കംപ്രഷൻ, അതുപോലെ ഹൈ കംപ്രഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി കൊടുക്കാം. പിന്നെ വരുന്നത് ഹീറ്റ് ആണ് കേട്ടോ. അപ്പോൾ ലൂക്ക് വാം ഹീറ്റാണ് വരുന്നത്. ഇതിലും ലോ ഹീറ്റ് അതുപോലെ ഹൈ ഹീറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് 15 മിനിറ്റ്സ് ഓട്ടോ ഷട്ട് ഓഫ് ആണ് കേട്ടോ. ഉറങ്ങാനൊക്കെ ആയിട്ട് വെച്ചുകൊണ്ട് കിടന്നാലും തന്നെ ഓഫ് ആയിക്കോളും. അപ്പോൾ നമുക്ക്
നമുക്കിനി ഇതിനകത്തൊരു ചെറിയ മ്യൂസിക് ഉണ്ട്, അത് പോരാതെ നമുക്ക് പാട്ട് കേൾക്കണം, നമ്മുടെ ഫോണിലുള്ളത് യൂട്യൂബിൽ നിന്ന് കേൾക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കണക്റ്റ് ആവും. അപ്പോൾ തലവേദന ഉള്ളപ്പോഴോ ഉറങ്ങാൻ സമയത്തൊക്കെ നമുക്കിതുപോലെ പാട്ടും വെച്ച് കുറച്ച് നേരം കിടന്ന് കഴിയുമ്പം നമ്മൾ പെട്ടെന്ന് ഉറങ്ങിക്കോളും. അപ്പോൾ സ്ലീപ്പ് മോഡ് ഉള്ളതുകൊണ്ട് അതിലാണെങ്കിൽ നമുക്ക് പാട്ട് വെച്ച് ഇങ്ങനെ കിടന്ന് ഉറങ്ങാം. അപ്പോൾ ഞാൻ തലവേദന ആയതുകൊണ്ട് കുറച്ച് നേരം പാട്ടും വെച്ചിട്ട് കിടന്നതേ ഉള്ളൂ കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു റിലാക്സേഷൻ കിട്ടി. അപ്പോൾ മൈഗ്രെയിൻ ഉള്ളവർക്ക് മൈഗ്രെയിൻ ഒരുപാട് കുറയത്തില്ലെങ്കിലും ജസ്റ്റ് ആ ഒരു തലവേദന ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു USB കേബിളും ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് കുറേ പേർക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ പ്രൊഡക്റ്റ് ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ കുറേ നേരം തലവേദനയൊക്കെ ആയതുകൊണ്ട് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പിന്നെ നമ്മൾ അടുത്ത പണി സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ദേ 3 ആളും കൂടി ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ബെഡ്റൂം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വർക്കിനൊക്കെ വരുന്ന സമയത്ത് ഈ റൂമിലായിരിക്കും കിടക്കുന്നത്. വേറൊരു റൂമുണ്ട്, അതെനിക്ക് സ്റ്റുഡിയോ ആക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതാ ഫസ്റ്റ് തന്നെ ചുക്രി അടിക്കുന്നുണ്ട്, നല്ലോണം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ശ്രീനെ മണ്ടയ്ക്ക് കയറ്റി ശ്രീനോട് ചുക്രി അടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ തുണിയും സാധനങ്ങളും കുറേ കവറും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഇടക്കിടക്ക് വീട്ടിൽ പോകുമ്പോൾ ഓരോന്ന് ഇങ്ങോട്ട് പെറുക്കിക്കൊണ്ട് പോരും. എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ പാടല്ലേ, അപ്പോൾ പിന്നെ കൈ കിട്ടുന്ന ബാഗിൽ ഓരോന്ന് ഇങ്ങോട്ട് പെറുക്കി എടുത്തുകൊണ്ട് പോരും കേട്ടോ. അപ്പോൾ ഈ റൂമിലൊക്കെ അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു. നമ്മുടെ തൊട്ടപ്പുറത്ത് ഒരു ബിൽഡിങ്ങിൽ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പൊടിയും ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡത്തെ ചില്ല് ജസ്റ്റ് ഒന്ന് പൊട്ടിയിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെയാണ് പൊടി ഇങ്ങോട്ട് കയറുന്നത്. അപ്പോൾ ഞങ്ങൾ പിന്നെ ആ ഒരു പൊടിയൊക്കെ ഉള്ള പേപ്പർ അങ്ങ് കീറി കളഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. അവിടെ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. വന്ന് ഞാനൊരു അലർജി ബേബിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ എനിക്കങ്ങനെ പൊടി അലർജി ഉണ്ടായിരുന്നല്ല. ഇപ്പോൾ പൊടി, രാവിലത്തെ തണുപ്പ്, മഞ്ഞ് എല്ലാം പെട്ടെന്ന് തുമ്മൽ വരും കേട്ടോ. എന്നിട്ട് എനിക്ക് മണാലിയിൽ ചെന്നിട്ട് തുമ്മൽ വന്നില്ല, അതാണ് കോമഡി. അവിടുത്തെ തണുപ്പൊന്നും ഒരു വിഷയമല്ലായിരുന്നു. നാട്ടിൽ വന്ന് വെളുപ്പിനത്തെ തണുപ്പടിക്കുമ്പോൾ അപ്പം തുമ്മാൻ തുടങ്ങും, അല്ലെങ്കിൽ ചുമയ്ക്കാൻ തുടങ്ങും. അങ്ങനെ ശ്രീ മണ്ടയ്ക്ക് കയറി എല്ലാം വൃത്തിയാക്കി താഴോട്ട് എല്ലാം അടിച്ചിടുന്നുണ്ട്. അപ്പം മേളിലൊക്കെ നല്ലോണം പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 1-2 പ്രാവശ്യം ക്ലീൻ ചെയ്താലേ എല്ലാം വൃത്തിയാവുള്ളൂ. അപ്പോൾ ഇന്നെന്തായാലും 1-2 തവണ അടിച്ചിട്ട് പിന്നെ എല്ലാം തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പം മേൽഭാഗം തുടങ്ങി താഴെ വരെ അങ്ങ് തുടയ്ക്കാൻ ഓർത്തു. അപ്പോൾ ആശാൻ ഇങ്ങോട്ട് അടിച്ച് വാരിയിട്ട് വേണം എനിക്ക് പോയിട്ട് പിന്നെ തുടയ്ക്കാനായിട്ട്. ഫ്ലാറ്റ് ആയതുകൊണ്ട് ആകെയുള്ള ബെനിഫിറ്റ് പിന്നെ മുറ്റവും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട, നമുക്കുള്ള സ്ഥലം നമ്മൾ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചാൽ മതി. അപ്പോൾ ഇപ്പം അടിച്ച് വാരി ഇട്ടെന്ന് പറഞ്ഞാലും പിന്നെ നമ്മൾ വരുമ്പോൾ ഫുള്ള് തുടയ്ക്കണം. ഇടയ്ക്കിടയ്ക്ക് തുടച്ചാൽ മാത്രമേ ഇതിനിപ്പം സെറ്റ് ആവത്തുള്ളൂ. പിന്നെ പകുതി പൊടി ഞങ്ങളുടെ ചൂലിൽ കേട്ടോ. പുതിയ ചൂലായതുകൊണ്ട് അതിൽ നല്ലോണം പൊടി വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നിലമൊക്കെ അടിച്ച് വാരിയിട്ട് പിന്നെ ഞങ്ങൾ ഈ ഒരു സ്ലാബൊക്കെ തുടയ്ക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് അത്യാവശ്യം നല്ല സൗകര്യങ്ങളുണ്ട് കേട്ടോ. ആ ഒരു പോർഷനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മേക്കപ്പ് സാധനങ്ങളും പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യമുണ്ട്. അലമാര ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ കബോർഡിൽ നമ്മുടെ തുണിയും സാധനങ്ങളൊക്കെ വെക്കാം. അപ്പോൾ ജനലിലൊക്കെ നല്ലോണം പൊടിയും അഴുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ജനൽ കമ്പി ഓരോന്നായിട്ടൊന്ന് തുടയ്ക്കുന്നുണ്ട്. തന്നെ ഇരുന്ന് ചെയ്യാൻ ഭയങ്കര മടുപ്പാണെങ്കിലും 3 പേരും കൂടി ഉള്ളതുകൊണ്ട് ഫുൾ വഴക്കും ബഹളവും ചിരിയും കളിയുമാണ് കേട്ടോ. ഒരു ദിവസം എങ്ങനെ പോകുന്നതെന്ന് പോലും അറിയില്ല. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. പിന്നെ വൈകുന്നേരം ആവും, അപ്പോൾ വീട്ടിൽ പോകുന്ന സമയമാവും. അതിനിടയ്ക്ക് പകുതിയും റീലെടുപ്പാണ് പരിപാടി. ഞങ്ങളുടെ റീലുകളൊക്കെ പുറകെ വരുന്നുണ്ട്. പേടിക്കണ്ട, എന്തായാലും വെറുപ്പിച്ച് കൈ തരും. അത്രേ റീല് കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾ എടുത്ത് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നും ഒരു റീല് മസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പണികളൊന്നും വലിയധികം മുന്നോട്ട് നീങ്ങിയിട്ടില്ല. എന്നും ഇതൊക്കെ തന്നെയുള്ള പരിപാടി. കുറച്ച് പണിയെടുക്കുക, ബാക്കി റീലെടുക്കുക. പക്ഷെ എന്നാലും നല്ല രസമാട്ടോ. മറ്റേ സിനിമയ്ക്കകത്തൊക്കെ പറയുന്നത് ശരിക്കും ഞങ്ങളിപ്പോൾ ഒരു ഫാമിലി പോലെയാണെന്ന്. പകുതി സമയം ഇവിടെ തന്നെയാണ് ഞങ്ങൾ നടപ്പ്. ട്രിപ്പിന് പോയിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ല ഗൈസ്. അതുകൊണ്ട് എപ്പോഴും ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണണം. പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ദൂരമായതുകൊണ്ട് വരാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങും. അങ്ങനെ ജനൽ തുടച്ചിറങ്ങിയിട്ട് ഞാൻ പിന്നെ ആ ഒരു സ്ലാബൊക്കെ തുടയ്ക്കുന്നുണ്ട്. കുറേ നേരമായിട്ട് രണ്ടും എന്താണ് പരിപാടി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരേ സ്ഥലത്തിരുന്ന് ഒരുമിച്ചിരുന്ന് തുടയ്ക്കുന്നു. കള്ളപ്പണിയാണോ എന്ന് കുറച്ച് സംശയമില്ലാതില്ല. അങ്ങനെ ഞാൻ സ്ലാബ് തുടച്ചിട്ട് പിന്നെ പോയിട്ട് വാഷിംഗ് മെഷീൻ തുടയ്ക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായിട്ട് യൂസൊക്കെ ചെയ്യാതിരുന്നുകൊണ്ട് അതിൻ്റെ മേളിലും കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും അങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുൾ ഫർണിഷ്ഡ് ഫ്ലാറ്റാണ് എടുത്തത്. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് മാറി താമസിക്കുകയല്ലോ, നമുക്ക് കുറച്ച് നാളത്തേക്ക് ഈ ഒരു വർക്കിന് വേണ്ടിയിട്ടല്ലേ. അതുകൊണ്ട് ഫുൾ ഫർണിഷ്ഡ് നോക്കിയെടുത്തു. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സൗകര്യമാണ്. അതുകൊണ്ട് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് മിക്സിയൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെ പതുക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിവിടെ വന്നിട്ടായിരിക്കും സ്റ്റേ. അപ്പം വർക്കൊക്കെ അടുപ്പിച്ച് വരുന്ന സമയത്ത് മിക്കവാറും ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്. അങ്ങനെ വാഷിംഗ് മെഷീനെ തുടച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റൂം ഒന്ന് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ റൂമിലുണ്ടായിരുന്ന ബെഡ് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. റൂമിൽ തന്നെ കട്ടിലും ബെഡും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം 2 ആൾക്ക് കിടക്കാൻ പറ്റും. ഞങ്ങൾ പിന്നെ 3 ആളും എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ കിടക്കും. പിന്നെ ശ്രീ എപ്പോഴും വരില്ല കേട്ടോ, ഞാനും രോഗമാണ് കൂടുതൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ പിന്നെ കട്ടിലിൻ്റെ ഹെഡ് അങ്ങോട്ടേക്ക് പിടിച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി റൂമിൽ സ്പേസ് കിട്ടുന്ന രീതിയിൽ കട്ടിലിനെ ഈ ഒരു സൈഡിലേക്ക് ആക്കി ഇട്ടു. അപ്പം അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും കുറച്ചുകൂടി ആ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. വേറെ തുണിയും സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അടുക്കി പറക്കാൻ
തുടക്കാനൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ക്ലീനിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഒന്ന് തുടച്ചാലും കൂടി മതി. അങ്ങനെ ഞാൻ പോയിട്ട് റൂം തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരുപാട് അങ്ങനെ അഴുക്കും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഇപ്പോഴത്തെ ഒരു പൊടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവം വെച്ചിട്ട് എളുപ്പത്തിലൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ അല്ലാത്ത മോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അത് മുക്കിപ്പിഴിഞ്ഞെടുക്കാനുള്ള മടി കാരണം ഇത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പോൾ കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ വീട്ടിൽ നിന്ന് കുറേ സാധനം പറക്കിക്കൊണ്ട് കേട്ടോ പോകുന്നത്. ഇവിടെ ഇപ്പം നമുക്ക് ആദ്യമേ കുറച്ച് പണിയായിരിക്കുമല്ലോ, ഈ സാധനമൊക്കെയാണെങ്കിൽ പിന്നെ എളുപ്പപ്പണിക്ക് കുറേ ഹെൽപ്ഫുള്ളാവും. അങ്ങനെ പിന്നെ റൂമിൻ്റെ തുടക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്യുമ്പോഴത്തേനും പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ക്ലീനിങ്ങും പരിപാടിയും ഫുള്ള് കഴിഞ്ഞു. ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എന്തൊരു ഐശ്വര്യം. പിന്നെ ഞങ്ങൾ ബെഡ്ഷീറ്റും കൂടെ വിരിച്ചു. അപ്പം തന്നെ റൂമിന് നല്ല വൃത്തിയായിട്ട്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് റൂമിൻ്റെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഫ്ലാറ്റിലെ വിശേഷങ്ങളും ഞങ്ങൾ തുടങ്ങാൻ പോകുന്നതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് പുറകെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോകൾക്കൊക്കെ യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.